നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ആളുകളെയൊക്കെ കൂടുതൽ പേർ എത്തുന്നുണ്ട്, സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. ശാന്തകുമാർ, ഇപ്പൊ എന്താ അവിടെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മണ്ണിടിഞ്ഞതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കാരണം ഞങ്ങൾ എല്ലാവരും ഒരു വശത്ത് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ആ മലയുടെ ഒരു ഭാഗം പൂർണ്ണമായും താഴോട്ട് പതിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും എല്ലാം ആളുകളെ നിയന്ത്രിച്ചിരുന്നുവെങ്കിലും പലരും അതിനിടയിൽപ്പെട്ട വീണു ചെറിയ തോതിലുള്ള പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ചില വാഹനങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ചില ബൈക്കുകൾ ഉൾപ്പെടെ ഈ മണ്ണിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ആ ഭാഗത്ത് നിരവധി മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങളെല്ലാവരും താഴത്തേക്ക് വന്നു. തൊട്ടിപ്പുറത്തെ കടലുണ്ടിപ്പുഴയാണ്. ആ കടലുണ്ടിപ്പുഴയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 തെങ്ങുകൾ അതിനോടൊപ്പം താഴേക്ക് പോന്നിട്ടുണ്ട്. അങ്ങനെ ആ റോഡ് പരിപൂർണമായും ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ആ മല പരിപൂർണമായും ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് തീർച്ചയായും പലരും ആ മണ്ണിനടിയിലൊക്കെ ചെറിയ തോതിൽ അകപ്പെട്ടുവെങ്കിലും ഗുരുതര കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചില്ല. പക്ഷേ അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു. വളരെ നമ്മുടെ കൺമുന്നിലാണ് ഈ അപകടം കാണുന്നത് എന്നുള്ളതാണ്. അത് വളരെ അധികൃതരുടെ ഒരു നിയന്ത്രിച്ചിരുന്നുവെങ്കിലും ആളുകൾ ആ വശങ്ങളിലെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ചെറിയ തോതിൽ ഒരു ആളുകൾക്ക് ചെറിയ പരിക്കുകൾ പറ്റാനുള്ള കാരണമായത്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത്. ആ മല പൂർണ്ണമായും അതിൻ്റെ ഒരു വശം പൂർണ്ണമായും പിടിഞ്ഞ് വീണ്ടും താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ അപകടകരമായ ഒരവസ്ഥ. ആ റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും റോഡിലേക്ക് സംസ്ഥാന പാതയിലേക്ക് വന്നു പറഞ്ഞു. തൊട്ടപ്പുറത്തെ പുഴയാണ്. പുഴയിലേക്കും മണ്ണും മരങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്. വളരെ അപകടമായ ഒരവസ്ഥയിൽ തന്നെയാണ് ഈ പാണക്കാട് റോഡിലുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ മല തന്നെയാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പോന്നിരിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ ആ ചെളിയിൽ അല്പനേരം കൊണ്ടുപോകുന്ന ആ സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി പേർ അതിനകത്ത് വീഴുകയും അവർക്ക് ചെറിയ തോതിൽ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സേതു, ഈ നമ്മളപ്പം അവിടെ മരം ഇപ്പോഴും അവിടെ തുടർച്ചയായിട്ട് മണ്ണിടിയുന്നുണ്ടോ? മണ്ണ് ഇടിഞ്ഞു വരുന്നത് തന്നെയാണ്. കാരണം നേരത്തെ ചെറിയ തോതിലായിരുന്നു മണ്ണ് ഇടിഞ്ഞു വന്നത്. പിന്നീട് ഈ വെള്ളവും ഒപ്പം തന്നെ വെള്ളവും കുത്തിയൊലിച്ചു വരുന്നുണ്ട്. അതിനിടയിലാണ് ഒപ്പം തന്നെയാണ് ഉയർന്നു നിൽക്കുന്ന മറ്റൊരു ഭാഗം കൂടി ഇടിഞ്ഞ് താഴേക്ക് വന്ന് അവിടെ നിരവധി മരങ്ങളുണ്ടായിരുന്നു, തെങ്ങ് ഉണ്ടായിരുന്നു, വലിയ പടുമരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ മരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ താഴേക്ക് വലിയ ശബ്ദത്തോടു കൂടിയാണ് അത് താഴത്തേക്ക് വന്ന് പതിച്ചിരിക്കുന്നത്. വളരെ അപകടകരമായ രീതിയിൽ തന്നെയായിരുന്നു നമ്മളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നിരവധി പേരെ ആളുകളെയെല്ലാം നേരത്തെ തന്നെ വശങ്ങളിലേക്ക് മാറ്റിയിരുന്നു. മാധ്യമപ്രവർത്തകർ മാത്രമാണ് ആ മലയുടെ അടുത്തേക്ക് ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി. അതിൽ പലർക്കും തന്നെ തിരിഞ്ഞു ഓടുന്നതിനിടെ ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു.